മലയാള സിനിമാ മേഖലയിലെ മോശം പ്രവണതകളെ തുറന്നു കാട്ടുന്ന ഒരു പ്രതികരണത്തിലേക്കാണ്. സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കൃത്യമായി ഭക്ഷണം പോലും നൽകാറില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് നടി പത്മപ്രിയ. ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ കൂടെ കിടക്കേണ്ടി വരുന്നു. 2017 തന്റെ സഹപ്രവർത്തകയ്ക്ക് ദുരനുഭവം ഉണ്ട്. അവർ ജോലി ചെയ്യാൻ പറ്റില്ല. They are not given food to eat. If you do not say yes to a guy in terms of sleeping around with him, then you are given only like half your salary or quarter your salary or maybe no salary. Inganatha, these microaggressions come from a place in understanding of power. It doesn't come because, oh, I want to sexually harass you. Because you believe that you can harass me, whether it is sexual or non-sexual, it's from there. It's that systemic idea that you can do this is where it comes from. നയൻതാരയുണ്ട് വിവരങ്ങളുമായി. നയൻതാര, വളരെ മോശം പ്രവണതകളെ കൃത്യമായി തുറന്നു കാട്ടുകയാണ്. പലവട്ടം പല രീതിയിൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് പത്മപ്രിയ അവരുടെയും കൂടി അനുഭവത്തിൽ പറയുന്നത്. എവിടെയായിരുന്നു ഈ പരിപാടി? എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞത്? കോഴിക്കോട് മടപ്പള്ളി കോളേജിലെ ഒരു പരിപാടിക്കിടെയാണ്, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അതേ കഥകൾ തുല്യതയുടെയും നീതിയുടെയും പുതിയ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിൽ പത്മപ്രിയ സംസാരിക്കുകയായിരുന്നു. തുടക്കത്തിൽ അവർ അവരുടെ ചെറുപ്പകാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നീട് സിനിമാ മേഖലയിലെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അതായത് സിനിമാ മേഖലയിൽ പുരുഷ മേധാവിത്വത്തെ കുറിച്ച്, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് തുടങ്ങിയത്. അതായത് സ്ത്രീക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ സിനിമാ മേഖലയിൽ വരുമ്പോൾ, അതായത് ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് ശേഷം ഈ സിനിമാ മേഖലയിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ജോലി ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കൂടാതെ ഈ ഒരു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പലപ്പോഴും ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പോലും സഹകരിക്കേണ്ട അവസ്ഥ പോലും ഉള്ളൊരു സ്ഥിതി, അതും അവരെടുത്തു പറയുന്നു. കൂടാതെ സ്ത്രീ മേധാവിത്വമുള്ള സിനിമകൾ വളരെ കുറവാണെന്നും പത്മപ്രിയ പറയുന്നു. തമിഴ് സിനിമ ചെയ്യുമ്പോൾ അവർക്കുണ്ടായ അനുഭവം മുൻപ് അവർ പറഞ്ഞതാണ്. സംവിധായകൻ തല്ലിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒരു സീൻ എടുക്കുമ്പോൾ പോലും നടിമാരുടെ അനുവാദം എടുക്കാറില്ല എന്നും പത്മപ്രിയ ഈ ഒരു ചടങ്ങിൽ പറയുന്നു. അതായത് വിദ്യാർത്ഥികളുമായുള്ള ഒരു ഇന്ററാക്ഷൻ ആയിരുന്നു. അത്തരത്തിൽ സിനിമാ മേഖലയിൽ അവർ അനുഭവിച്ചതും, അതായത് 2017 അവരുടെ സഹപ്രവർത്തകയ്ക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായി. അതിനുശേഷമാണ് നിയമസഹായവും കൗൺസിലിംഗും നൽകുന്നതിനെ കുറിച്ച് ചിന്തിച്ചതെന്നും ഈ ഒരു പരിപാടിയിൽ പത്മപ്രിയ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്നത്, അതായത് പുരുഷ മേധാവിത്വത്തെ കുറിച്ച് പറയുന്നത്, നടന്മാരാണ് സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നത്. പല സിനിമകളിലും അവർക്കാണ് പ്രാധാന്യം. സ്ത്രീകൾക്ക്, അതായത് മറ്റൊരു കാര്യം എന്നത്, ഈ ചിത്രങ്ങളുടെ പരസ്യ ചിത്രങ്ങളിൽ സ്ത്രീകളുടെ ഫോട്ടോ ആണ് അല്ലെങ്കിൽ വീഡിയോ ആണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. അതിന് പിന്നിൽ പണമാണ് എന്നതും പത്മപ്രിയ എടുത്തു പറയുന്നുണ്ട്. ശരി, നയൻതാരയാണ് വിവരങ്ങൾ നൽകിയത്. കോളേജിലെ പരിപാടിയിലാണ് പത്മപ്രിയ സംസാരിച്ചത്. മലയാള സിനിമയിലെ മോശം പ്രവണതകളെക്കുറിച്ച്, പ്രത്യേകിച്ചും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഭക്ഷണം പോലും വേണ്ട രീതിയിൽ നൽകുന്നില്ല. 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവരെ അഭിനയിക്കാൻ വിളിക്കുന്നില്ല. അപ്പോൾ ഇതിന് പ്രായപരിധി ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ പത്മപ്രിയ ചോദിക്കുന്നുണ്ട്. തനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പത്മപ്രിയ കുട്ടികളോടായി സംസാരിച്ചത്.